നമസ്കാരം. റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമത സംഘമാണ്. സിറിയൻ പ്രദേശത്ത് കടന്നുകയറി അധിനിവേശം നടത്തിയ ഇസ്രയേൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴികെയുള്ള മിക്ക പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ വ്യോമസേന 2 ദിവസത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത് 480 ആക്രമണങ്ങൾ. ഇപ്പോഴും അവർ ആ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയ വിട്ടതിനു ശേഷമാണ് ഇസ്രയേൽ തനി സ്വഭാവം കാണിച്ചിരിക്കുന്നത്. അസദ് ഭരണത്തെ അട്ടിമറിക്കാൻ വിമതർക്ക് പണവും ആയുധവും മാർഗനിർദ്ദേശവും നൽകിയിരുന്നത് അമേരിക്ക, ഇസ്രയേൽ, തുർക്കി എന്നീ രാജ്യങ്ങളാണ്. ഇക്കാര്യത്തിൽ മൊസാദും CIA വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതുമാണ്. തങ്ങളെ അധികാരത്തിൽ കയറ്റുക എന്നതിനപ്പുറം മഹത്തായ പാരമ്പര്യമുള്ള സിറിയയെ പല കഷ്ണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്ന അജണ്ട ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം വളരെ വൈകിയാണ് വിമതസേന തിരിച്ചറിഞ്ഞത്. ഈ യാഥാർത്ഥ്യമാണ് റഷ്യൻ സൈന്യത്തെ ആശ്രയിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും. റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രയേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണവും പിടിക്കുമെന്ന ഭീതിയും ഇപ്പോൾ വിമതർക്കുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഇസ്രയേൽ സിറിയൻ മണ്ണിൽ ആക്രമണ പരമ്പര നടത്തുന്നതെന്നാണ് അവർ കരുതുന്നത്. വിമാനവേദ ആയുധങ്ങൾ, മിസൈൽ ഡിപ്പോകൾ, വ്യോമതാവളങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയും ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. ഡെമസ്കസ്, ഹോംസ്, ലതാക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായാണ് സിറിയയുടെ ആയുധ ശേഖരവും കപ്പലുകളും തകർത്തതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇസ്രയേൽ നാവികസേന നടത്തിയ ആക്രമണത്തിൽ സിറിയൻ നാവികസേനയുടെ 15 കപ്പലുകൾ തകർന്നിട്ടുണ്ട്. ഇസ്രയേൽ ഡെമസ്കസിലടക്കം ആക്രമണം നടത്തി. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഡിസംബർ 14-നും 15-നും ആക്രമണം തുടർന്ന ഇസ്രയേൽ സിറിയയിലെ പർവ്വതത്തിന് അടിയിലായുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയുടെ ആയുധശേഷിയുടെ 90% തകർത്തതായാണ് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലേക്ക് ഏത് നിമിഷവും ഇസ്രയേൽ സൈന്യം നീങ്ങുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെയാണ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിലെ സിറിയൻ ഭരണകൂടവും നിർബന്ധിതമായിരിക്കുന്നത്. സിറിയൻ വിമതസേനയായ HTS തലവൻ അബു മുഹമ്മദ് അൽ ജുലാനി സിറിയയിൽ ഇനി വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് ന്യായീകരണം ഒന്നുമില്ലെന്നാണ് തുറന്നടിച്ചിരിക്കുന്നത്. ഇസ്രയേൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങൾ എല്ലാവിധ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ്. ആക്രമണം ഇല്ലാതെയാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും സിറിയൻ പരമാധികാരത്തെ മാനിക്കണമെന്നുമാണ് ജുലാനി ആവശ്യപ്പെട്ടത്. സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര പരിഹാരങ്ങളാണ് വേണ്ടത്. സിറിയൻ മണ്ണിലേക്കുള്ള ഇസ്രയേൽ സൈനികാധിനിവേശം അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രയേലുമായുള്ള ദീർഘകാല സംഘർഷം രാജ്യത്തെ വീർപ്പുമുട്ടിച്ചിരിക്കെ പുതിയ ഏറ്റുമുട്ടലിന് താല്പര്യമില്ലെന്നും HTS തലവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇസ്രയേൽ ആക്രമണത്തിൽ സിറിയയിലെ വിമത സേനയും പകച്ച് നിൽക്കുകയാണെന്നത് ജുലാനിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തം. അതേസമയം HTS തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിക്ക് ഇസ്രയേൽ ഒരു സന്ദേശം അയച്ചതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. 3 കക്ഷികൾ വഴിയാണ് സന്ദേശം എത്തിച്ചിട്ടുള്ളത്. ഇസ്രയേലിന്റെ അതിർത്തിയിലേക്കും ഇസ്രയേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിലേക്കും വിമത സേന വരരുതെന്നാണ് സന്ദേശത്തിന്റെ പ്രധാന ഉള്ളടക്കം. HTS അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ സൈന്യം തക്കതായ മറുപടി നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. CNN നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലി മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമായ ബറാക് റേവിഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിറിയയിലെ വിവിധ സംഘങ്ങളുമായി ഇസ്രയേലിന് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വടക്കൻ ഭാഗത്തുള്ള കുർദിഷ് വിഭാഗം, സിറിയൻ ഗോലാൻ കുന്നുകളിലെ ദുറൂസ് വിഭാഗം എന്നിവരുമായെല്ലാം അടുത്ത ബന്ധമാണ് ഇസ്രയേലിനുള്ളതെന്നും ബറാക് വ്യക്തമാക്കുന്നു. അസദ് സർക്കാരിനെ വീഴ്ത്താൻ സിറിയൻ വിമതരെ സഹായിച്ച ഇസ്രയേൽ യഥാർത്ഥത്തിൽ അവരെ പറ്റിക്കുകയായിരുന്നു എന്നത് ഇസ്ലാമിക അറബ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്ത് വന്നത്. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രയേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണെന്ന് സൗദി അറേബ്യ, ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്.
റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് റഷ്യൻ സൈന്യം തുടരണമെന്ന ആവശ്യം വിമതസേന മുന്നോട്ട് വെച്ചത്. സിറിയയിൽ നിന്നും പലായനം ചെയ്ത പ്രസിഡന്റ് അസദിന് അഭയം നൽകിയ റഷ്യയോട് പകയുള്ള ഒരു പെരുമാറ്റം ഇതുവരെ വിമതസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം. വിമതസേന റഷ്യൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും റഷ്യൻ സൈനിക താവളത്തിന് സമീപം പോകാൻ പോലും തയ്യാറായിരുന്നില്ല. ഇക്കാര്യത്തിൽ കർക്കശ നിർദ്ദേശം വിമതസേന തലപ്പത്ത് നിന്ന് തന്നെ അണികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അസദിനെ സംരക്ഷിച്ചു നിർത്താൻ സൈനികമായി റഷ്യ ശ്രമിക്കാതിരിക്കുന്നത് തന്നെ സിറിയയിലെ ജനവികാരം തിരിച്ചറിഞ്ഞാണ്. ഇക്കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നതും വിമത സേനയ്ക്ക് തന്നെയാണ്. അതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് സിറിയൻ ഭരണം പിടിക്കാൻ കഴിയുമായിരുന്നില്ല. 60,000 സൈനികർ ഇപ്പോഴും സിറിയയിലെ റഷ്യൻ താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മേഖലയിൽ റഷ്യൻ ആണവ കപ്പൽ ഉൾപ്പെടെ തമ്പടിച്ചിട്ടുമുണ്ട്. ഇതിന്റെ പരിസരത്ത് പോലും പോകാതെയാണ് ഇസ്രായേൽ സൈന്യം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നത്. ഇസ്രായേൽ എന്ന പൊതുശത്രുവിന്റെ ഭീഷണി ചെറുക്കാൻ റഷ്യയുമായും ഇറാനുമായും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാസയിലും ലെബനനിലും സിറിയയിലും ആക്രമണം നടത്തിയ ഇസ്രായേൽ മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെയും സമീപ ഭാവിയിൽ തന്നെ ലക്ഷ്യമിടുമെന്ന ഭയം അവർക്കുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ സഖ്യകക്ഷിയായതിനാൽ അക്കാര്യത്തിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാനും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെയാണ് റഷ്യ എന്ന രാജ്യം പ്രസക്തമാകുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ കൂടി വിജയിച്ചു വരുന്നതോടെ റഷ്യ വേറെ ലെവലിലെത്തുമെന്നാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ കരുതുന്നത്. ഇപ്പോൾ തന്നെ ഇറാൻ, UAE ഉൾപ്പെടെ റഷ്യയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ബ്രിക്സിൽ അംഗമാകാൻ താല്പര്യപ്പെട്ട നാറ്റോ സഖ്യരാജ്യമായ തുർക്കിയും രംഗത്തുണ്ട്. റഷ്യയുടെ കവചമുണ്ടെങ്കിൽ തീർച്ചയായും സിറിയയ്ക്ക് എളുപ്പത്തിൽ ഇസ്രായേലിന്റെ ഭീഷണി അതിജീവിക്കാൻ കഴിയും. ഇപ്പോൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച സിറിയയിലെ റഷ്യൻ താവളങ്ങളിൽ തുടരുന്ന സൈനികർക്ക് റഷ്യയിൽ നിന്നും സിറിയയ്ക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവ് ലഭിച്ചാൽ പിന്നെ സിറിയയിലെ പിടിച്ചെടുത്ത ഭൂമിയും തിരികെ നൽകി ഇസ്രായേൽ സൈന്യത്തിന് പിന്തിരിയേണ്ടി വരും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമ്മർദ്ദം ശക്തമായതോടെ സിറിയയിലെ പുതിയ ഭരണകൂടവും നിലപാട് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുമായി സിറിയയ്ക്ക് തുടർന്നും നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് HDS ഗ്രൂപ്പിന്റെ തലവൻ അബു മുഹമ്മദ് അൽ ജലാനി ഇപ്പോൾ പറയുന്നത്. ഇസ്താംബുൾ ആസ്ഥാനമായുള്ള സിറിയ TV ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജുലാനി ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം പരസ്യമായി തന്നെ നടത്തിയത്. റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം ശ്രമിക്കുന്നുണ്ടെന്നും അൽ ജുലാനി വ്യക്തമാക്കുകയും ചെയ്തു. പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ സിറിയയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാനുള്ള അവസരം റഷ്യയ്ക്ക് നൽകാൻ പുതിയ സിറിയൻ സർക്കാർ തയ്യാറാണെന്നാണ് ജുലാനി പറഞ്ഞത്. സിറിയയിൽ റഷ്യയുടെ സാന്നിധ്യവും അതിന്റെ പ്രാതിനിധ്യവും നിലനിർത്തുന്നതിനെക്കുറിച്ച് റഷ്യയും സിറിയൻ പോരാളികളും തമ്മിൽ സജീവമായ ചർച്ചകൾ തുടരുകയാണ്. റഷ്യൻ സൈനിക താവളം തുടരണമെന്ന അഭ്യർത്ഥന സിറിയൻ ഭരണകൂടം മുന്നോട്ട് വെച്ചതായാണ് സൂചന. 2017 റഷ്യയും സിറിയയും ഉണ്ടാക്കിയ കരാർ പ്രകാരം സിറിയയിലെ തന്ത്രപ്രധാനമായ താവളങ്ങളിൽ 49 വർഷത്തേക്ക് റഷ്യൻ സൈനികരെ നിലയുറപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ കരാർ തുടരാൻ തയ്യാറാണെന്നതാണ് പുതിയ സിറിയൻ സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് റഷ്യയാണ്. നന്ദി.